ഹായ് വെൽക്കം ബാക്ക്. ഇന്നത്തേത് വെറൈറ്റി ആയിട്ടുള്ളൊരു സേമിയ പുട്ടിൻ്റെ റെസിപ്പിയാണ്. കറിയൊന്നും ഇല്ലാതെ തന്നെ കഴിക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ പുട്ടാണ്. ഇതിന് മെയിനായിട്ട് വേണ്ടത് സേമിയ തന്നെയാണ്. റോസ്റ്റഡോ അല്ലാത്തതോ റാഗിയുടെ സേമിയയോ ഏത് വേണമെങ്കിലും എടുക്കാം. ഞാൻ 300 ഗ്രാം പാക്കറ്റ് സേമിയാണ് എടുത്തിരിക്കുന്നത്. 3 പുട്ടിൻ്റെ അളവാണിത്. ഇത് മുങ്ങുന്ന രീതിയിൽ പച്ചവെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി ഇതിൽ ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. വെള്ളത്തിൽ ഒരല്പം ഉപ്പ് മുന്നിട്ട് നിൽക്കുന്ന രീതിയിൽ വേണം ഉപ്പിട്ട് കൊടുക്കാൻ. ഈ ഉപ്പ് സേമിയ വലിച്ചെടുക്കുക, എന്നാലാണ് നമ്മുടെ പുട്ടിന് ഉപ്പുണ്ടാവൂ. ഇത് മാക്സിമം ഒരു 3 മിനിറ്റ് വെള്ളത്തിൽ ഇങ്ങനെ ഇടാവൂ. അത് ഇതിലപ്പുറം വെക്കാൻ പാടില്ല കേട്ടോ. അങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ മൊത്തത്തിൽ കുഴഞ്ഞു പോകും. അപ്പോൾ പുട്ട് നല്ലപോലെ കിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ചെറിയ രീതിക്കൊന്ന് സോഫ്റ്റായാൽ മാത്രം മതി. ഭയങ്കര തിന്നായിട്ടുള്ള സേമിയൊക്കെ ആണെങ്കിൽ 1 മിനിറ്റ് കുതിർക്കേണ്ടതേ ഉള്ളൂ. കൈ കൊണ്ട് തൊട്ട് നോക്കുമ്പോൾ നമുക്ക് അറിയാനായിട്ട് പറ്റും. ജസ്റ്റ് സോഫ്റ്റ് ആയാൽ മതി. ഇനി ഇത് ഊറ്റി മാറ്റി വെക്കും. ഇപ്പോൾ ഇത് കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാം വേറിട്ട് തന്നെ നിൽക്കുന്നുണ്ട്, ഒട്ടി പിടിക്കുന്നൊന്നുമില്ല. അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമുക്ക് കിട്ടേണ്ടത്. എന്നാലേ പുട്ട് നല്ല സോഫ്റ്റ് പോലെ ഇരിക്കൂ. ഇനി പുട്ട് റെഡിയാക്കുക. സാധാരണ പുട്ടുണ്ടാക്കുന്ന പോലെ തന്നെ ആദ്യം തേങ്ങ ഇട്ട് കൊടുക്കുക. തേങ്ങ കുറച്ച് അധികം തന്നെ ഇട്ട് കൊടുക്കാം. കാരണം നമുക്ക് കറിയില്ലാതെ തന്നെ നല്ല ടേസ്റ്റായിട്ട് ഇത് കഴിക്കാൻ പറ്റും. ഇതിന് മുകളിലായിട്ട് സേമിയ മിക്സ് ഇട്ട് കൊടുക്കാം. 2 പീസായിട്ടോ 3 പീസായിട്ടോ ഒക്കെയുള്ള പുട്ടായി നിറയ്ക്കാവുന്നതാണ്. ഞാനിപ്പോൾ 2 പീസായിട്ടാണ് നിറയ്ക്കുന്നത്. ലാസ്റ്റ് തേങ്ങയും കൂടി ഫില്ല് ചെയ്ത ശേഷം അടച്ച് സ്റ്റീം ചെയ്തെടുക്കാം. കുക്കറിൽ വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. സ്റ്റീം വന്നു തുടങ്ങി. ഇനി പുട്ട് ഊറ്റി വെച്ച് കൊടുക്കാം. നോർമൽ പുട്ട് വേവുന്ന സമയം കൊണ്ട് തന്നെ സേമിയ പുട്ട് റെഡിയായി കിട്ടും. പിന്നെ ഇത് സോക്ക് ചെയ്ത സേമിയ ആണല്ലോ, അപ്പം നന്നായിട്ട് ഇനി ആവി വന്നിട്ടുണ്ട്. നല്ലപോലെ ആവി വന്ന ശേഷം ഇതിനെ എടുത്ത് മാറ്റാവുന്നതാണ്. നമ്മുടെ സേമിയ പുട്ട് റെഡിയായിട്ടുണ്ട്. ഒട്ടലോ ഒന്നും തന്നെ ഇല്ല. നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഡിന്നറായിട്ടും ഒക്കെ കഴിക്കാവുന്നതാണ്. പ്രത്യേകിച്ച് കറിയൊന്നും വേണമെന്നില്ല ഇത് കഴിക്കാനായിട്ട്. പിന്നെ കറികൾ കൂട്ടിയും കഴിക്കാൻ നല്ല ടേസ്റ്റ് തന്നെയാണ്. റോസ്റ്റഡ് ഐറ്റംസും പഞ്ചസാരയും ബെസ്റ്റ് കോംബോ തന്നെയാണ്. പിന്നെ ചൂടോടെ കഴിക്കുക. സേമിയ ആയതുകൊണ്ട് പെട്ടെന്ന് ഹാർഡായി പോയാൽ കഴിക്കാൻ നേരം ഒന്നുകൂടി സ്റ്റീം ചെയ്തെടുത്താൽ മതി. ചൂടോടെ തന്നെ സോഫ്റ്റ് സേമിയ പുട്ട് ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണേ.